നമസ്കാരം. കേരളം ഒരു പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാലുവെക്കുമ്പോൾ രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്രബിന്ദു ഭരണ തുടർച്ചയോ ഭരണമാറ്റമോ എന്നതിലുപരി കേരളത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിൽ ഇതുവരെ എഴുതപ്പെടാത്ത ഒരു അധ്യായത്തെക്കുറിച്ചാണ്. ഏതാണത് എന്നല്ലേ? കേരളത്തിന് എന്ന് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകും. പുരോഗമന ചിന്താഗതിയിലും സാക്ഷരതയിലും ആരോഗ്യ വിദ്യാഭ്യാസ സൂചികകളിലും ലോകത്തിന് തന്നെ മാതൃകയായ കേരളം സ്ത്രീകളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിൽ ഇന്നും ഒരു പുരുഷാധിപത്യ ചട്ടക്കൂടിനുള്ളിൽ തളച്ചിടപ്പെട്ടിരിക്കുന്നു എന്നത് വൈരുദ്ധ്യമാണ്. KR ഗൗരിയമ്മയ്ക്കും സുശീല ഗോപാലിനും കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെട്ട ആ പദവിയിലേക്ക് ഇന്ന് ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന KK ശൈലജ ടീച്ചറുടെ പേര് ഉയർന്നു കേൾക്കുന്നത് വെറും ഒരു കൗതുകമല്ല. നിപ്പയും കോവിഡും പെയ്തിറങ്ങിയ കരിനിഴൽ കാലത്ത് കേരളത്തിന് കരുതലായി ടീച്ചറമ്മ എന്ന പ്രതിച്ഛായ രാഷ്ട്രീയ അതിർവരമ്പുകൾ ഭേദിച്ച് അവർക്ക് വലിയൊരു ജനപിന്തുണ നേടിക്കൊടുത്തിട്ടുണ്ട്. എന്നാൽ പിണറായി വിജയൻ എന്ന കരുത്തനായ നേതാവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇപ്പോഴത്തെ CPIM രാഷ്ട്രീയത്തിൽ ജനഹിതം പാർട്ടി ഹിതമായി മാറുമോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതായത് KK ശൈലജയെ അത്തരം ഒരു പദവിയിലേക്ക് ആനയിക്കാൻ പിണറായി വിജയൻ സമ്മതിക്കുമോ എന്ന ചർച്ചകൾ ഇതിനോടകം തന്നെ ചൂടുപിടിച്ചു കഴിഞ്ഞു. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുൻപ് ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇപ്പോൾ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. അധികാര തുടർച്ചയ്ക്കായുള്ള പോരാട്ടത്തിൽ പിണറായി വിജയന്റെ അനുഭവ സമ്പത്തിന് പാർട്ടി മുൻഗണന നൽകുമോ, അതോ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന വിപ്ലവാത്മകമായ മാറ്റത്തിന് ഇടതുപക്ഷം തയ്യാറാകുമോ? ഈ ചോദ്യങ്ങൾക്കൊപ്പം തന്നെ കേരളം ഇനിയെങ്കിലും ഈ ലിംഗവിവേചനത്തിന്റെ വേലിക്കെട്ടുകൾ പൊളിച്ചെഴുതുമോ എന്ന ഗൗരവകരമായ അന്വേഷണമാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ KK ശൈലജ ടീച്ചറുടെ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വലിയ ജനകീയ പിന്തുണയുണ്ട് എന്നത് വസ്തുത തന്നെയാണ്. പ്രത്യേകിച്ച് കൊറോണ കാലത്തെ അവരുടെ പ്രവർത്തനങ്ങൾ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് അവർക്ക് വലിയൊരു ഇമേജ് നേടിക്കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾക്ക് എല്ലാവർക്കും അവരെ ഇഷ്ടവുമാണ്. കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി വേണമെന്ന ആവശ്യം സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ളവർ കാലങ്ങളായി ഉന്നയിക്കുന്ന ഒരു കാര്യവും. ആ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ ശൈലജ ടീച്ചറിനെ പോലെ മറ്റൊരു നേതാവ് നിലവിൽ ഇടതുപക്ഷത്തില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എന്നാൽ CPIM എന്ന പാർട്ടിയുടെ പ്രവർത്തന രീതി പരിശോധിച്ചാൽ വ്യക്തികൾക്കപ്പുറം പാർട്ടിക്കാണ് അവിടെ അവർ പ്രാധാന്യം നൽകാറുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കരുത്തുറ്റ നേതൃത്വത്തിലാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളെയും പാർട്ടി നേരിട്ടത് പോലും. ഭരണ തുടർച്ച എന്ന അത്യപൂർവ നേട്ടം കൈവരിച്ച നേതാവ് എന്ന നിലയിൽ പിണറായി വിജയന് പാർട്ടിയിലും ഭരണത്തിലും വലിയ സ്വാധീനവുമുണ്ട്. അധികാര കൊതി എന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് എങ്കിലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഭരണസ്ഥിരതയുടെ അടയാളമാണ്. 2026 തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ മുന്നണിയെ നയിക്കാനാണ് നിലവിൽ സാധ്യത കൂടുതൽ. അപ്പോഴും ശൈലജ ടീച്ചറുടെ കാര്യം അവിടെ ചർച്ചയാകുന്നു. അതേസമയം ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ ഒരു മാറ്റം അനിവാര്യമാണെന്ന് പാർട്ടിക്കുള്ളിൽ അഭിപ്രായം ഉയർന്നാൽ മാത്രമേ ശൈലജ ടീച്ചർക്ക് സാധ്യത തെളിയുകയുള്ളൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടും അവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതിരുന്നത് പാർട്ടിയുടെ നയപരമായ തീരുമാനമായിരുന്നു എന്നാണ് അവരുടെ വാദം. ഇത് സൂചിപ്പിക്കുന്നത് പുതിയൊരു നേതൃനിരയെ വളർത്താനാണ് പാർട്ടി ശ്രമിക്കുന്നത് എന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങളും പാർട്ടിയിലെ ആഭ്യന്തര ചർച്ചകളും KK ശൈലജ ടീച്ചറുടെ രാഷ്ട്രീയ ഭാവിയിൽ ഏറെ നിർണായകമാണ്. എങ്കിലും പിണറായി വിജയൻ സജീവ രാഷ്ട്രീയത്തിൽ തുടരുന്നിടത്തോളം കാലം മറ്റൊരു പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് എളുപ്പമാകില്ല എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. KK ശൈലജ ടീച്ചർക്ക് കേരളീയ സമൂഹത്തിൽ ലഭിക്കുന്ന സമാനതകളില്ലാത്ത ജനപിന്തുണ ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിലുള്ളതിനേക്കാൾ ഉപരി അവർ പകർന്ന ആത്മവിശ്വാസത്തിന്റെയും പ്രതിസന്ധികളിലെ നേതൃപാടവത്തിന്റെയും ഫലമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ നിന്ന് 60,000-ലധികം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അവർ വിജയിച്ചത് ഈ ജനപ്രീതിയുടെ തെളിവ് തന്നെ. ടീച്ചർക്ക് ഇത്രയധികം ജനപിന്തുണ നേടാൻ സാധിച്ച പ്രധാന കാരണങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എന്തുകൊണ്ട് അവർ മുഖ്യമന്ത്രിയാകണം എന്നതുകൂടിയാണ് ഇതിന്റെ ഉത്തരങ്ങൾ. നിപ്പ കോവിഡ് തുടങ്ങിയ മഹാമാരികളുടെ സമയത്ത് ടീച്ചർ കാട്ടിയ നേതൃപാടവമാണ് അവരെ ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠിച്ചത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരിഭ്രാന്തരാകാതെ ശാസ്ത്രീയമായി പ്രശ്നങ്ങളെ സമീപിക്കാനും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാനും അവർക്ക് സാധിച്ചു. നിപ്പ കാലത്ത് കോഴിക്കോട്ടെ സാധാരണക്കാർക്കൊപ്പം ആശുപത്രികളിൽ നേരിട്ടെത്തി അവർ നൽകിയ ആത്മവിശ്വാസം മലയാളികൾ ഇതുവരെ മറന്നിട്ടില്ല. മാധ്യമങ്ങളിലൂടെ എല്ലാ ദിവസവും വൈകുന്നേരം അവർ നടത്തിയ കൃത്യമായ വിശദീകരണങ്ങൾ ജനങ്ങൾക്ക് വലിയൊരളവിൽ ആശ്വാസവും നൽകിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവിനേക്കാൾ ഉപരി വീട്ടിലെ മുതിർന്ന ഒരാളെന്ന നിലയിലുള്ള ലാളിത്യമാണ് അവരെ വ്യത്യസ്തയാക്കുന്നത്. ശൈലജ ടീച്ചർ എന്ന പേര് തന്നെ അവർക്ക് നൽകുന്ന ഒരു ബഹുമാനവും അടുപ്പവും ഉണ്ട് ജനങ്ങൾക്കിടയിൽ. ആർക്കും സമീപിക്കാവുന്ന, സ്നേഹത്തോടെ സംസാരിക്കുന്ന അവരുടെ ഒരു രീതി രാഷ്ട്രീയത്തിന് അതീതമായി ആരാധകരെ സൃഷ്ടിച്ചിട്ടുണ്ട്. UDF വോട്ടർമാർ പോലും പലപ്പോഴും ടീച്ചറുടെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുന്നത്
അവരുടെ ഈ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് തന്നെയാണ്. കോവിഡ് കാലത്ത് BBC, ദ ഗാർഡിയൻ തുടങ്ങിയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ടീച്ചറെ റോക്ക് സ്റ്റാർ ഹെൽത്ത് മിനിസ്റ്റർ എന്നും കൊറോണ സ്ലേയർ എന്നും വിശേഷിപ്പിച്ചത് മലയാളികളിൽ അഭിമാനമുണ്ടാക്കിയ കാര്യമാണ്. ലോകത്തിന് മുന്നിൽ കേരളത്തിന്റെ ആരോഗ്യ മാതൃക ഉയർത്തിക്കാട്ടുന്നതിൽ ടീച്ചർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഈ അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് ടീച്ചറോടുള്ള ബഹുമാനമാണ് വർദ്ധിപ്പിച്ചത്. നയരൂപീകരണത്തിലും അത് നടപ്പിലാക്കുന്നതിലും അവർ പുലർത്തിയ വേഗതയും കൃത്യതയുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ആരോഗ്യ വകുപ്പിൽ നടത്തിയ താഴെ തട്ടിലുള്ള ഇടപെടലുകളും ആർദ്രം മിഷൻ പോലുള്ള പദ്ധതികളും സാധാരണക്കാർക്ക് ഗുണം ചെയ്തു. ജോലിയിൽ അവർ പുലർത്തുന്ന കഠിനാധ്വാനവും ആത്മാർത്ഥതയും ഉദ്യോഗസ്ഥ തലത്തിലും പൊതുജന മധ്യത്തിലും വലിയ മതിപ്പാണ് സൃഷ്ടിച്ചത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മാനുഷികമായ പരിഗണന നൽകുന്ന നേതാവായാണ് അവർ അറിയപ്പെടുന്നത്. 2021 അവരെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ CPIM അനുഭാവികൾ മാത്രമല്ല പൊതുസമൂഹം ഒന്നടങ്കം അതിൽ പ്രതിഷേധിച്ചത് അവർ നേടിയെടുത്തിയ ജനകീയതയുടെ വലിയ തെളിവ് തന്നെയാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഭരണരംഗത്ത് അവർ കാണിച്ച കരുത്തും നിശ്ചയദാർഢ്യവുമാണ് കേരളത്തിലെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ അവർക്ക് ഇത്രയധികം സ്വീകാര്യത നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് വനിതാ മുഖ്യമന്ത്രി K. ശൈലജ ആയിരിക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള കാരണം. ചുരുക്കി പറഞ്ഞാൽ ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനുഷികമായ ഇടപെടലുകളും ലാളിത്യവും ഒത്തുചേർന്നതാണ് KK ശൈലജ ടീച്ചർ എന്ന രാഷ്ട്രീയ വ്യക്തിത്വം. ഇത് തന്നെയാണ് അവരെ കേരളത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാക്കളിൽ ഒരാളാക്കി മാറ്റിയത്. എന്നിട്ടും അവർ മന്ത്രിയാകുന്നില്ല എന്നതും സത്യമാണ്. KK ശൈലജ ടീച്ചറുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും തിളക്കമാർന്ന അധ്യായം അവരുടെ അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ തന്നെയാണ്. നിപ്പ, COVID-19 തുടങ്ങിയ മഹാമാരികളെ ശാസ്ത്രീയമായും മാനുഷികമായും നേരിട്ട രീതിയാണ് അവരെ ലോക ശ്രദ്ധയിൽ തന്നെ എത്തിച്ചത്. 2020 ഐക്യരാഷ്ട്രസഭ പബ്ലിക് സർവീസ് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വെബിനാറിൽ പ്രസംഗിക്കാൻ ഇന്ത്യയിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട ഏക വ്യക്തി KK ശൈലജ ടീച്ചർ ആയിരുന്നു. കൂടാതെ വിയന്ന ആസ്ഥാനമുള്ള സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ പരമോന്നത ബഹുമതിയായ ഓപ്പൺ സൊസൈറ്റി പ്രൈസ് ടീച്ചർക്കാണ് 2021 ലഭിക്കുന്നത്. ഇതിനു മുൻപ് കോഫി അന്നാനെ പോലുള്ള ലോക നേതാക്കൾ ലഭിച്ച പുരസ്കാരം കൂടിയാണിത്. ഏഷ്യയിലെ നോബൽ എന്നറിയപ്പെടുന്ന മാഗ്സസെ അവാർഡിന് അവർ തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും അത് വ്യക്തിഗതമായ പുരസ്കാരമായതിനാലും രാഷ്ട്രീയ കാരണങ്ങളാലും പാർട്ടി തീരുമാനപ്രകാരം അവർ അത് നിരസിച്ചത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. ടീച്ചറുടെ ജീവിതയാത്രയെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകുന്ന പുസ്തകമാണ് മൈ ലൈഫ് ആസ് എ കോമ്രേഡ്. പ്രമുഖ മാധ്യമ പ്രവർത്തകയായിട്ടുള്ള മഞ്ജു സാര രാജനുമായി ചേർന്ന് എഴുതിയ ഈ ആത്മകഥയിൽ ഒരു നാട്ടിൻ പുറത്ത് സ്കൂൾ അധ്യാപികയിൽ നിന്ന് ലോകം ശ്രദ്ധിക്കുന്ന രാഷ്ട്രീയ നേതാവിലേക്കുള്ള മാറ്റം അവർ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. കേരളത്തിലെ ആരോഗ്യ രംഗത്തെ മാറ്റങ്ങളുടെയും അവരുടെ ദുരന്തകാലത്തെ ഭരണ നിർവഹണവും ഈ പുസ്തകത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നു. ഈ പുസ്തകത്തിന്റെ തമിഴ് പരിഭാഷയായിട്ടുള്ള മക്കളിൻ തോഴർ എന്ന കൃതിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാലയുടെ ഇംഗ്ലീഷ് സിലബസിൽ ഈ പുസ്തകം ഉൾപ്പെടുത്തിയത് ടീച്ചറുടെ ജീവിതകഥയ്ക്ക് ലഭിച്ച മറ്റൊരു അംഗീകാരം തന്നെയാണ്. അവാർഡുകൾക്കും പുസ്തകങ്ങൾക്കും അപ്പുറം സാധാരണക്കാർക്കിടയിൽ അവർക്കുള്ള സ്വാധീനം വ്യക്തമാക്കുന്നതായിരുന്നു 2021 രണ്ടാം പിണറായി മന്ത്രിസഭയിൽ നിന്ന് അവരെ ഒഴിവാക്കിയപ്പോൾ ഉണ്ടായ പ്രതികരണങ്ങൾ എന്നത് ഇവിടെ എടുത്തു പറയണം. മികച്ച രീതിയിൽ പ്രവർത്തിച്ച ഒരു മന്ത്രിയെ മാറ്റി നിർത്തിയത് വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്കും ജനകീയ പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു അന്ന്. എങ്കിലും പാർട്ടി അച്ചടക്കം പാലിച്ച് MLA എന്ന നിലയിൽ പ്രവർത്തനം തുടർന്ന അവർ പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സജീവമായി നിന്നു. ഈ അംഗീകാരങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് ശൈലജ ടീച്ചർ കേവലം ഒരു പ്രാദേശിക നേതാവല്ല, മറിച്ച് ആഗോളതലത്തിൽ തന്നെ ആദരിക്കപ്പെടുന്ന ഒരു ഗവേൺസ് മോഡൽ ആണ് എന്നാണ്. അതായത് ഇന്നത്തെ കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ മറ്റൊരു ചോദ്യവും ഇല്ലാതെ KK ശൈലജ തന്നെയായിരിക്കണം. പക്ഷേ പിണറായി വിജയൻ അടക്കമുള്ള ആൺ രാഷ്ട്രീയം CPM-ൽ നിലനിൽക്കുന്നിടത്തോളം കാലം അവർ ആ പദവിയിലേക്ക് എത്തുമോ എന്നതാണ് നമുക്ക് അറിയാനുള്ളത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ KK ശൈലജ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ആഗ്രഹം എന്തായാലും യെസ് ആയാലും നോ ആയാലും എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.